അധികാരികൾ ഒപ്പുവെക്കുന്ന ഒരു തെറ്റായ ഫയൽ അല്ലെങ്കിൽ കൈക്കൊള്ളുന്ന തെറ്റായ തീരുമാനം ഒരു ജനതയുടെ സ്വൈര ജീവിതം തന്നെ എന്നേക്കുമായി തകർത്തെറിഞ്ഞേക്കാം. അത്തരമൊരു ദുരവസ്ഥയാണ് തൃശ്ശൂരിലെ ചേലക്കരയിൽ. ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒരു ക്വാറിക്ക് അനുമതി കൊടുക്കുന്നു. പിന്നാലെ പാറ ഖനനവും അവിടെ തുടങ്ങി. മനസമാധാനത്തോടുകൂടി അന്തിയുറങ്ങിയിരുന്ന വീടുകൾക്ക് മുകളിലേക്ക് കരിങ്കല്ലുകൾ പൊട്ടിച്ചിതറി വീഴാൻ തുടങ്ങിയതോടെ നിസ്സഹായാവസ്ഥയിലായിരിക്കുകയാണ് ഒരു നാട്. മണ്ണ് കോരി കയറ്റിയത് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പെര കയറ്റിക്കണി. എത്ര തര കടിച്ചിട്ടാന്നറിയോ? ഞങ്ങൾക്ക് സ്ഥലം മേടിച്ച് ഞങ്ങൾക്ക് പെര കയറ്റി തരണം. ഒരു ഇതുപോലെ ഒരു പെര പറ്റാത്ത സ്ഥിതിയാണ് ഞങ്ങൾക്ക്. ചേലക്കര എന്ന കൊച്ചു ഗ്രാമം കണ്ണീർ കയത്തിലാണ്. അരവയർ മുറുക്കിയെടുത്തും മിച്ചം പിടിച്ചും അന്തിയുറങ്ങാനുണ്ടാക്കിയ കൊച്ചു മേൽക്കൂരയ്ക്ക് മുകളിലേക്കാണ് കരിങ്കൽ കഷ്ണങ്ങൾ ദുരിതമഴയായി പെയ്തിറങ്ങിയത്. ചേലക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെയായിരുന്നു പുതിയ ക്വാറിക്ക് അനുമതി നൽകിയത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അനുമതിക്ക് അംഗീകാരം നൽകി. ഒരംഗം മാത്രമാണ് എതിർപ്പ് രേഖപ്പെടുത്തിയത്. 2 ആഴ്ച മുൻപ് വെങ്ങാനല്ലൂർ എസ്റ്റേറ്റിന് സമീപം ഉഴുന്നുപറമ്പ് പ്രദേശത്ത് ജോസഫ് ഇട്ടിയാരയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറി പ്രവർത്തനം ആരംഭിച്ചു. പാറ പൊട്ടിക്കുമ്പോൾ വീടുകളിൽ പ്രകമ്പനം അനുഭവപ്പെടുന്നത് പതിവായിരിക്കെയാണ് കരിങ്കൽ തെറിച്ച് വീടുകളിലേക്ക് പതിച്ചത്. 3-4 ആള് കല്ല് വെടിപൊട്ടിട്ട് തെറിച്ചു. 3-4 വീട്ടിലേക്ക് വന്ന ഒരാളുടെ തലയ്ക്ക് മേലെ കയറിപ്പോയി. പിന്നെ അവർ പറഞ്ഞു ഇനി മേലെ ഉണ്ടാവില്ല എന്നാണ് പറയണത്. അത് നമുക്ക് അങ്ങനെ വിശ്വാസമില്ല. ഇനി വെടിപൊട്ടി നാളെ കല്ല് വരും. 2-2.5 മണിക്ക് വെടിപൊട്ടി വെടിക്കേ ഒരു കല്ല് മിറ്റത്ത് വന്നു. ഞാൻ അടുത്ത് നിൽക്കുക. മിറ്റത്ത് കുട്ടിയെ ഈ തൊടി നിറച്ച് കല്ല്. ആ മിറ്റത്തെ കല്ല് വിളിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. തൊടിയിട്ട കല്ല് വിളിക്കരുത്, മിറ്റത്തെ കല്ല് വിളിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. തെരഞ്ഞെടുപ്പ് കാലമായിട്ട് കൂടി ജനപ്രതിനിധികൾ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടുതൽ ഉഗ്രശേഷിയോടെ പാറ പൊട്ടിക്കൽ തുടർന്നാൽ കിടപ്പാടം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. അപകടമുനമ്പായി ഉഴുന്നും പറമ്പ് മാറുമ്പോൾ നിസ്സഹായരാണ് സാധാരണക്കാരായ മനുഷ്യർ. മരണത്തെ മുഖാമുഖം കണ്ടുള്ള ജീവിതത്തിലേക്ക് തങ്ങളെ തള്ളിവിട്ടത് അധികൃതരാണെന്ന് അടിവരയിടുന്നു ഈ ജനത. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.